മകനായി മാറ്റിയോനേ, ലോകമെമ്പാടും ഈ സമയത്ത് ടെലിവിഷനിലൂടെയും യൂട്യൂബിലൂടെയുമായി ഗലാത്യ ലേഖനങ്ങളിൽ നിന്നുള്ള ഒരു പഠനം അപ്ലോഡ് ചെയ്യണമെന്ന ചിന്തയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായം യേശുക്രിസ്തുവിലുള്ള പൊസിഷൻ ആണെങ്കിൽ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം യേശുക്രിസ്തുവിലുള്ള ജീവിതമാണ്. യേശുവിൽ നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് 4-ാം അധ്യായം. യേശുക്രിസ്തുവിലുള്ള ലൈഫാണ് ചാപ്റ്റർ 5, 5-ാം അധ്യായം. 4-ാം അധ്യായത്തിൽ പറഞ്ഞു നിങ്ങളെ അവകാശിയാക്കി യജമാനനാക്കി മാറ്റിയിരിക്കുന്നു. 5-ാം അധ്യായത്തിൽ പറയുന്നു സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ പലയിടങ്ങളിൽ വായിച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. ഇനിയും അതിൻ്റെ ചില ഭാഗങ്ങളുടെ തുറക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഇങ്ങനെയാണ്: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, ആകയാൽ ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽപ്പി. പിന്നീട് ഈ സ്വാതന്ത്ര്യം എന്ന ആശയത്തെ താഴേക്ക് വിശദീകരിക്കുമ്പോൾ, ഈ ലഭിച്ച സ്വാതന്ത്ര്യം നിങ്ങളുടെ ജഡീക പ്രവർത്തികൾക്ക് അവസരമാക്കരുത്. നിങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നിങ്ങളുടെ ജഡീക പ്രവർത്തികൾക്ക് അവസരമാക്കാതെ, അന്യോന്യം പോരിന് വിളിക്കാതെ, അന്യോന്യം ക്ഷമിച്ച് സഹിച്ച് സഹിഷ്ണുതയോടെ മുമ്പോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയും ദൈവാത്മാവിനാൽ എന്നതാണ് 5-ാം അധ്യായത്തിൻ്റെ പൊതുവിവക്ഷണം. അപ്പോൾ 5-ാം അധ്യായത്തിന് ഒരു തലക്കെട്ട് കൊടുത്താൽ ഞാൻ ഇങ്ങനെ കൊടുക്കാൻ താല്പര്യപ്പെടുന്നു: ലൈഫ് ഇൻ ക്രൈസ്റ്റ്. 4-ാം അധ്യായത്തിന് ഒരു തലക്കെട്ട് കൊടുത്താൽ പൊസിഷൻ ഇൻ ക്രൈസ്റ്റ്. 5-ാം അധ്യായത്തിന് ഒരു തലക്കെട്ട് കൊടുത്താൽ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. യേശുവിലുള്ള ഫ്രീഡം, യേശുവിലുള്ള ജീവിതം, യേശുവിലുള്ള ജീവിതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് 5-ാം അധ്യായത്തിൽ ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്ന വിഷയങ്ങളോട് ബന്ധപ്പെട്ടുള്ളവയാണ്. നിങ്ങൾക്ക് ഈ വാക്യങ്ങളുടെ ചിന്തകൾ എടുക്കണമെങ്കിൽ 19-ാം വാക്യം മുതൽ വായിക്കേണ്ടിയിരിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ. 19 മുതൽ ഏതാണ്ട് 24 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തയ്ക്ക് ആധാരം. ഇവിടെ 2 ചിന്തകളാണ് 19 മുതൽ 24 വരെയുള്ള വാക്യത്തിനകത്ത്. 5 വാക്യത്തിനകത്ത് 2 പ്രധാന ചിന്തകളും ആ 2 പ്രധാന ചിന്തകൾക്കകത്ത് ഒന്നാമത്തേതിൽ ഏതാണ്ട് 12 വിഭാഗീയ ചിന്തകൾ, വിഭിന്നമായ ചിന്തകളും, അതുപോലെ തന്നെ രണ്ടാമത്തതിനകത്ത് 6 വ്യത്യസ്തമായ ചിന്തകളും. നമ്മളിതെല്ലാം കൂടെ കേൾക്കാൻ പോവാം. പെട്ടെന്ന് കേൾക്കുന്നതുകൊണ്ട് നല്ലതായിട്ട് ശ്രദ്ധിച്ചോണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ ആദ്യത്തേത് ജഡത്തിൻ്റെ പ്രവർത്തികളാണ്. ജഡത്തിൻ്റെ പ്രവർത്തികൾ. പിന്നത്തേത് ആത്മാവിൻ്റെ ഫലങ്ങൾ. എത്രാം വാക്യം? 22-ാം വാക്യം. 19-ാം വാക്യം ജഡത്തിൻ്റെ പ്രവൃത്തി, 22-ാമത്തെ വാക്യം ആത്മാവിൻ്റെ ഫലം. ചേർന്ന് പറയാമോ? ജഡത്തിന്റെ പ്രവൃത്തി, ആത്മാവിന്റെ ഫലം. ഉറക്കെ പറ: ജഡത്തിന്റെ പ്രവൃത്തി, ആത്മാവിന്റെ ഫലം. ജഡത്തിന് പ്രവൃത്തിയുണ്ട്, ആത്മാവിന് ഫലമുണ്ട്. അതാണ് ഇവിടുത്തെ വിശദീകരണം. കേൾക്കാൻ പോകുന്നതിനെ രത്നചുരുക്കമായിട്ട് ആദ്യം ഒരു മുഖവര, ഒരു ഇൻട്രഡക്ഷൻ പറയുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ആത്മാവിന് ഫലമുണ്ട്, ജഡത്തിന് പ്രവൃത്തികളുമുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങൾ വായിക്കാത്തവരുണ്ടോ? എനിക്കറിയത്തില്ല. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന് 19 വാക്യങ്ങൾ വായിച്ച് നെറ്റിച്ച് വിളിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ അപൂർവമാണ്. കാരണം ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ എൻ്റെയും സ്വഭാവങ്ങളിൽ പലതും അവിടെ കാണും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതൊക്കെയാണല്ലോ ഞാൻ. എന്നിട്ട് താഴേക്ക് വായിക്കുമ്പം ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നതിൻ്റെ അകത്ത് പലതും നിങ്ങൾ കാണത്തില്ല. കാണാത്തപ്പോൾ നിങ്ങൾ പറയും, അയ്യോ ഇതിനിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് എന്നത് വിശദീകരിക്കും. അതാണ് പൊതുവെ ഈ 5-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളുടെ വ്യാഖ്യാനം. പൊതുവിൽ കേൾക്കുന്ന മെസ്സേജുകളെല്ലാം മിക്കതും, എല്ലാം എന്ന് പറയുന്നതിലുപരി മിക്ക പഠിപ്പീരുകളും ജഡത്തിൻ്റെ പ്രവൃത്തികളും ആത്മാവിൻ്റെ ഫലങ്ങളും എന്ന വിശദീകരണങ്ങൾ നൽകുമ്പോൾ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്നതിൻ്റെ അകത്താണ് കൂടുതൽ വിശദീകരണങ്ങൾ നൽകുന്നത്. 19 മുതലുള്ള വാക്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് വായിച്ചോ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം,
ദ്വന്ദ്വപക്ഷം, ഭിന്നത, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞത് ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പൊ ഈ പറയുന്ന സ്വഭാവങ്ങളാണ് ഇവിടെ ജഡത്തിന്റെ പ്രവർത്തികൾ എന്ന് പറഞ്ഞ് വിശദീകരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോഴാണ് നമ്മുടെ നെറ്റി അങ്ങ് വല്ലാതെ ചുളിയുന്നത്. തുറന്നടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ഇതിലൊന്നും നമ്മൾ വീണില്ലെങ്കിലും താഴോട്ട് വരുമ്പോൾ നമ്മൾ വീഴും. പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ. അതൊക്കെ പറയുന്നത് നമ്മുടെ മോഹം അങ്ങ് ചുളുങ്ങും വല്ലാതെ. അസൂയ. ഈ മേളി പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് വലിയ വിഷയങ്ങളില്ല. ആഭിചാരം, നമ്മൾ ആഭിചാരം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ അശുദ്ധി, നമ്മൾ അശുദ്ധി, ദുഷ്കാമം ഒന്നും നമുക്കില്ല. പക്ഷെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ മുഖം അങ്ങ് ചുളുങ്ങും. പക ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഭിന്നത ഉണ്ടോയെന്ന് ചോദിച്ചാൽ എപ്പോഴും ഇല്ലെങ്കിലും ചിലപ്പോഴൊക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ ഇനി ഈ താഴെ പറയുന്ന സ്വഭാവങ്ങളാകുന്ന ശാഠ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതേ ഉള്ളൂ. ഓക്കെ. അസൂയ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാവരോടും ഇല്ല, എന്നാലും അവളോട് ഇച്ചിരി ഉണ്ട്, അവനോട് ഇച്ചിരി ഉണ്ട്. ഓക്കെ. ശാഠ്യം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ വായിക്കുമ്പം ചിലത് നമ്മുടെ നെറ്റ് ചുളിപ്പിക്കും, ചിലത് നമുക്ക് വലിയ ഫ്രീഡം തരും. സത്യത്തിൽ എന്താണ് ഈ 5-ാം അധ്യായത്തിൽ പറയുന്നത്? നിങ്ങൾ ഇതുവരെ കേട്ട ആശയങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായതാണ് ഇവിടെ ലേഖനകാരൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഈ വചനത്തിലൂടെ വെളിവാകുന്നുവെങ്കിൽ അത് പറയുന്ന ആളെ ക്രൂശിക്കാതെ അതങ്ങനെ തന്നെയോ എന്ന് വചനം ആരാഞ്ഞിട്ട് അങ്ങനെ തന്നെയെങ്കിൽ മാത്രം അത് ഉൾക്കൊണ്ടാട്ടെ. സജിത് ബ്രദർ പറയുന്നതുകൊണ്ട് അത് ഉൾക്കൊള്ളണ്ട, അങ്ങനെ തന്നെയാണോ എന്ന് അന്വേഷിക്കുക, എന്നിട്ട് അതിനെ ഉൾക്കൊള്ളുക. ബെരോവയിലെ വിശുദ്ധന്മാർ അങ്ങനെയായിരുന്നു. ആരെങ്കിലും പറയുന്നത് ഉടനെ അങ്ങ് വിശ്വസിക്കുകയല്ല, അങ്ങനെ തന്നെയോ എന്നവർ വചനത്തെ പരിശോധിച്ചു നോക്കി, അതിനുശേഷമാണ് വിശ്വസിച്ചത്. അങ്ങനെ തന്നെ നിങ്ങളും ചെയ്താൽ മതി. ഗലാത്യ ലേഖനത്തിൻ്റെ പൊതു തീം ഞാൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞതാണ്. ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം. ഗലാത്യ സഭ കൃപയിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് പോയവരാണ്. മറ്റൊരാശയത്തിൽ പറഞ്ഞാൽ കൃപയുടെ സുവിശേഷത്തിൽ നിന്ന് പ്രവൃത്തിയുടെ സുവിശേഷത്തിലേക്ക് പോയവരാണ്. യേശുവിനെ വിട്ട് മോശയിക ന്യായപ്രമാണത്തിലേക്ക് മടങ്ങിപ്പോയവരാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5 അധ്യായം വരെ നിങ്ങൾ വിലയിരുത്തി വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇവരുടെ സഭയിലേക്ക് ചിലർ നുഴഞ്ഞു കയറി ഇവരെ ക്ഷുദ്രം ചെയ്ത് മയക്കി യേശു ക്രിസ്തുവിൽ നിന്ന്, കൃപയിൽ നിന്ന്, യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ പലതും ചെയ്താലേ രക്ഷപ്പെടുകയുള്ളൂ, ജഡത്തിൻ്റെ പ്രവൃത്തികളിലേ കാര്യമുള്ളൂ, ആത്മാവിനെ അനുവദിച്ചിട്ട് ആത്മാവിൻ്റെ ഫലങ്ങളായിട്ടൊന്നും പുറത്തു വരാൻ പോകുന്നില്ല, വെറുതെ സമയം കളയരുത്, പ്രവർത്തിക്കുക, വിശ്വസിക്കുക എന്നുള്ളതിലുപരി പ്രവർത്തിക്കുക എന്ന ആശയത്തെ ഇവരുടെ ഉള്ളങ്ങളിലിട്ടിട്ട് ഇവർ പലരും കർത്താവിൻ്റെ സ്നേഹം വിട്ട് നിയമത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് മടങ്ങിപ്പോയപ്പോൾ ഈ സങ്കടത്തിൽ അവരെ പ്രവൃത്തിയിൽ നിന്ന് നിയമത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രവൃത്തിയിൽ നിന്ന് കൃപയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എഴുതിയ ലേഖനമാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം. ഈ അധ്യായത്തിൻ്റെ തന്നെ നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൻ്റെ കുറച്ചുകൂടെ മേളിലേക്കൊന്ന് കയറി വായിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പക്ഷേ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓക്കെ. നിങ്ങൾ നോക്കിയേ, 9-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. ഓക്കെ. നിങ്ങൾക്ക് പിന്നെ അഭിപ്രായം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. ഓക്കെ. എന്നാൽ അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും. ഇത് അമ്മച്ചിമാർക്കൊക്കെ അറിയാവുന്ന ഡയലോഗാ അല്ലേ? വലിയ മാവിനെ പുളിപ്പിക്കാൻ വേണ്ടി ഇച്ചിരി ഈസ്റ്റ് അല്ലേ ഇടുന്നേ? മാവിൻ്റെ എത്ര ഈസ്റ്റ് ഇടാറുണ്ടോ? ഇല്ല. ആ ഇച്ചിരി ഈസ്റ്റ് അവിടെ കിടന്ന് വർക്ക് ചെയ്താണ് അത്രയും മാവിനെ പുളിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ചിലരാണ് ഈ ഗലാത്യയിലേക്ക് നുഴഞ്ഞു കയറിയത്. 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് കേട്ടോ. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് യേശു ക്രിസ്തുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യത്തെ ഉറ്റുനോക്കാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ സത്യം നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് ഒരു നാഴിക പോലും ഞങ്ങൾ അവർക്ക് വഴങ്ങി കൊടുത്തില്ല എന്നെല്ലാം പറഞ്ഞു. അപ്പം
അപ്പോൾ 2:4 ഒരു കൂട്ടർ നുഴഞ്ഞു കയറി എന്ന് വ്യക്തമായിട്ട് പറയുന്നു. ആ നുഴഞ്ഞു കയറിയവർ ഒരു വിഭിന്ന ഉപദേശത്തെ, ഇവർ അറിയാത്ത, ഇവർ കേൾക്കാത്ത വേറൊരു സുവിശേഷത്തെ ഇവരോട് വന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ നിന്ന് നിയമത്തിൻ്റെ ബന്ധനത്തിലേക്ക് ഇവരെ വലിച്ചിഴച്ചുകൊണ്ട് പോയി. എന്നിട്ടിവിടെ ഗലാത്യ ലേഖനകാരൻ ചോദിക്കുകയാണ്, ഈ അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിച്ചോ എന്ന് പറഞ്ഞ് മൊത്തത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ഈ ഇച്ചിരി പുളിമാവായ ചിലർക്ക് പറ്റിയോ? ഇവരാണോ നിങ്ങൾക്ക് ഇത് ചെയ്തത്? എന്നിട്ട് അവിടെ പറയുമ്പോൾ നോക്കി 10-ാം വാക്യം നോക്കി, നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും നോക്കിയാ വാക്ക് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന് 10-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും. വായിച്ച വാക്ക്, നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. അപ്പൊ ഇവിടെ കലക്കുന്ന ചിലരുണ്ട്. അതാണ് ഇവിടെ ഗലാത്യ ലേഖനകാരൻ പറയാൻ ആഗ്രഹിക്കുന്ന ആശയം. എവിടുന്ന് എങ്ങോട്ടാണ് ഇവരെ കൊണ്ടുപോയതെന്നാണ് ഇനി മനസ്സിലാക്കേണ്ടത്. ഇവരെ കൃപയിൽ നിന്ന് നിയമത്തിലേക്കാണ് കൊണ്ടുപോയത്, വിശ്വാസത്തിൽ നിന്ന് പ്രവൃത്തിയിലേക്കാണ് കൊണ്ടുപോയത്. വിശ്വാസത്തിന്റെ പ്രവൃത്തിയിലേക്കല്ല, പ്രവൃത്തിയുടെ വിശ്വാസത്തിലേക്കാണ് കൊണ്ടുപോയത്. കേൾക്കുന്നുണ്ടോ എൻ്റെ കൂടെ? ഒന്ന് കരമടിച്ചു ഒന്ന് യേശുവിനെ സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി യേശുക്രിസ്തുവിലുള്ളതാണ്. യേശുക്രിസ്തു എന്ന വിശ്വാസത്തിൻ്റെ നായകൻ നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ നായകൻ നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന പ്രവൃത്തിക്ക് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്നാണ് പറയുന്നത്. എന്നാൽ പ്രവൃത്തിയുടെ വിശ്വാസം എന്ന് പറയുന്നത് രണ്ടാണ്. പ്രവൃത്തിയുടെ വിശ്വാസത്തിൽ പ്രശംസ വിശ്വാസത്തിലല്ല, പിന്നെയോ പ്രവൃത്തിയിലാണ് പ്രശംസ. എന്നാൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയിലല്ല പ്രശംസ, പിന്നെയോ വിശ്വാസത്തിലാണ്. കരങ്ങളെ അടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഇനി കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഈ നിയമത്തിലേക്ക് പോയപ്പോൾ ഇവരിൽ എന്ത് ചെയ്തു? ഈ ജഡത്തിൻ്റെ പ്രവർത്തികൾ എല്ലാം തലപൊക്കാൻ തുടങ്ങി. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് 5-ാം അധ്യായത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. വ്യവസ്ഥയ്ക്ക് കീഴിലേക്ക് പോയപ്പോൾ വിശ്വാസം അങ്ങോട്ട് മാറിയിട്ട് സ്വയപ്രയത്നത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഇവരിൽ അടങ്ങി ഒതുങ്ങി തീർന്നു പോയത് പലതും തല പൊക്കാൻ തുടങ്ങി. അതാ ഇവിടെ വായിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് 5:16. അപ്പൊ ജഡത്തിന്റെ മോഹം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഈ സംസാരം. ദയവായിട്ട് നല്ലതായിട്ട് കേൾക്കുക. ജഡത്തിന്റെ മോഹം നിങ്ങളിൽ നിവർത്തിയാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ചോദ്യം ചോദിക്കാത്തവരാരാ ഉള്ളേ? എൻ്റെ ബ്രദറെ, എനിക്ക് എൻ്റെ കണ്ണിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ കണ്ണിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് എന്നാ വഴി? അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ഇമോഷൻസിനെ എനിക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ എന്നാ വഴി? ഈ ചോദ്യം ചോദിക്കാത്തവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടോ? ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളവരൊന്ന് കരം ഉയർത്തിക്കാട്ടെ. എൻ്റെ വൈകാരികതകളെ എനിക്ക് ഒതുക്കാൻ പറ്റുന്നില്ല, എങ്ങനെ ഇതിനെ ഒതുക്കാൻ പറ്റുമെന്ന് ചോദിക്കാത്തവരാരുമില്ല. ഞാൻ അടങ്ങുന്ന സമൂഹം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ആ വലിയ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് 5-ാം അധ്യായത്തിൽ ഗലാത്യ ലേഖനകാരൻ വിശദീകരിക്കുന്നത്. ദയവായി 16-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. എന്നാൽ നിങ്ങളിൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കപ്പെടുകയില്ല. അപ്പൊ ജഡത്തിന്റെ മോഹം നിവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കപ്പെടരുത് എന്ന് ആഗ്രഹിച്ചാൽ പോരാ. കണ്ണിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ കണ്ണിനെ കൺട്രോൾ ചെയ്യണമെന്ന് അറിഞ്ഞാൽ പോരാ. കാരണം കണ്ണിന് കൺട്രോൾ ഇല്ലാത്തപ്പോഴും കണ്ണ് കൺട്രോൾഡ് ആകണമെന്ന് അറിയാവുന്നവരാ നിങ്ങളും ഞാനും. പക്ഷെ പ്രശ്നം കണ്ണിന് കൺട്രോൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കയ്യെ നിയന്ത്രിക്കണമെന്ന് കൈക്ക് നിയന്ത്രണം ഇല്ലാത്തവർക്ക് അറിയത്തില്ലേ? അതുകൊണ്ടല്ലേ അവർ പറയുന്നത് ആദ്യം തന്നെ എനിക്കിച്ചിരി മുൻകോപം ഉണ്ട് കേട്ടോ. അത് പറഞ്ഞതിൻ്റെ കാര്യം തന്നെ, അവർക്ക് കോപം ഉണ്ടെന്ന് അവർക്കറിയാം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്നാണ്? ഇവരുടെ കോപത്തിന് കോപത്തിൽ നിന്ന് ഇവരെ നിയന്ത്രിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ കോപത്തിൽ നിന്ന് എന്നെ സൂക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതിന് കാരണം എന്താണെന്നും ഇവിടെ പറയുന്നുണ്ട്. അടിവര ഇടേണ്ടിയ 5-ാം അധ്യായത്തിലെ വാക്യങ്ങളിൽ ഒന്നാണ് 16-ാമത്തെ വാക്യം. 16-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിലാണ് ഇത് വിശദീകരിക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. നിങ്ങളിൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. അപ്പൊ ജഡത്തിന്റെ മോഹം നിവർത്തിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ഒന്ന് കരം ഉയർത്തി പറഞ്ഞേ, ആത്മാവിനെ
ഉറക്കെ പറ, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങളുടെ ജഡത്തിന്റെ മോഹങ്ങൾ നിവർത്തിക്കപ്പെടുകയില്ല. ഇനി താഴേക്ക് വായിച്ചേ. ജഡാഭിലാഷം ആത്മാവിനും ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഇവിടെ രണ്ട് കാര്യത്തെ പൗലോസ്ലീഹ കൊണ്ടുവരികയാണ്. ഒന്ന് ജഡത്തിന്റെ ഇഷ്ടം, രണ്ട് ആത്മാവിന്റെ ഇഷ്ടം. ഒന്ന് ചേർന്ന് പറയാമോ? ജഡത്തിൻ്റെ ഇഷ്ടം, അഭിലാഷം എന്ന് പറയുന്നതിൻ്റെ ഇഷ്ടം എന്നുള്ള ആഗ്രഹം തന്നെയാണ്. ജഡത്തിൻ്റെ ആഗ്രഹം, ആത്മാവിൻ്റെ ആഗ്രഹം ഒന്നൊന്നിനോട് കോൺട്രഡിക്റ്റഡ് ആണ്, ഒന്നൊന്നിനും മേളിലാണ്, ഒന്നൊന്നിനോട് വിരുദ്ധമാണ്. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോകത്തില്ല. ജഡത്തിൻ്റെ ഇഷ്ടവും ആത്മാവിൻ്റെ ഇഷ്ടവും കൂടെ ഒന്നിച്ചു പോകത്തില്ല. ആത്മാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ നീങ്ങുന്നുവെങ്കിൽ നിങ്ങൾ ഈ ജഡത്തിൻ്റെ മോഹങ്ങൾ നിവർത്തിക്കപ്പെടുകയില്ല. ജഡത്തിൻ്റെ മോഹത്തിനനുസരിച്ച് നിങ്ങൾ നീങ്ങുന്നുവെങ്കിൽ നിങ്ങളിൽ ആത്മാവിൻ്റെ മോഹങ്ങൾ നിവർത്തിക്കപ്പെടുകയില്ല. ഇനി താഴേക്കുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു. ആത്മാവിന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം. 17-ാം വാക്യത്തിൽ അടിവരയിടേണ്ടത് ഈ വാക്യമാണ്. 5-ാം അധ്യായത്തിന്റെ ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ അടിവരയിടേണ്ടത് ഈ ഭാഗമാണ്. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. എന്നോട് ഒന്ന് ക്ലിയർ ആയിട്ട് കേട്ടെ. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം, ചേർന്നൊന്ന് പറഞ്ഞേ. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ജഡവും ആത്മാവും തമ്മിൽ പ്രതികൂലമല്ലോ. എങ്ങനെയാ പ്രതികൂലമായിരിക്കുന്നത്? ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം. പറഞ്ഞേ, ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം. ഉറക്കെ പറ, ഇച്ഛിക്കുന്നത് ചെയ്യാതെ, ആഗ്രഹിക്കുന്നത് ചെയ്യാതെ വണ്ണം. ചെയ്യുക. രണ്ട് പദമാണ്. ആഗ്രഹിക്കുക, ചെയ്യുക. ആഗ്രഹം വരുന്നത് ദേഹിയിലാണെങ്കിൽ ചെയ്തി വരുന്നത് ദേഹത്തിലാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം നിങ്ങളുടെ ദേഹവും ദേഹിയും രണ്ടും തമ്മിൽ കോൺഫ്ലിക്റ്റാണ്. അതാണ് ഇവിടുത്തെ വിഷയം. നിങ്ങളുടെ ദേഹിയിലെ ആഗ്രഹത്തോട് നിങ്ങളുടെ ദേഹം പ്രതികരിക്കുന്നില്ല, നിങ്ങളുടെ ദേഹത്തിൻ്റെ ആഗ്രഹത്തോട് നിങ്ങളുടെ ദേഹി പ്രതികരിക്കുന്നില്ല. ജഡവും ആത്മാവും തമ്മിൽ പരസ്പര വിരുദ്ധമായിരിക്കുന്നു. അതാ ഇവിടുത്തെ ചോദിക്കുന്നത്. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം, വായിച്ചോ. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ പറ്റാതെ വണ്ണം നിങ്ങളിൽ തന്നെ അവയുടെ വിരുദ്ധതയുണ്ടല്ലോ. അവ വിരുദ്ധമാണല്ലോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലല്ലോ ചെയ്യുന്നേ. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ശരിയാണോ ഞാൻ ഈ പറയുന്നത്? ആഗ്രഹിക്കുന്നത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങളുടെ ആഗ്രഹം കോപിക്കരുതെന്നല്ലേ, പക്ഷെ നിങ്ങൾ കോപിച്ചു പോവല്ലേ. നിങ്ങളുടെ ആഗ്രഹം കാണരുതെന്നല്ലേ, പക്ഷെ നിങ്ങൾ കണ്ടുപോവല്ലേ. നിങ്ങളുടെ ആഗ്രഹം അത് കേൾക്കരുതെന്നല്ലേ, നിങ്ങളുടെ ആഗ്രഹം അസൂയ വരരുതെന്നല്ലേ, പക്ഷെ അസൂയ വന്നു പോവല്ലേ. അതാ പറയുന്നത്. നിങ്ങൾ ഇച്ഛിക്കുന്ന അല്ലല്ലോ വരുന്നേ. ഹലോ, ഒന്ന് മിണ്ടിക്കേ. ആമേൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഉറക്കെ പറ. ഭയങ്കര ഒരു ആശയത്തെ ഇപ്പം ഇവിടെ തുറക്കും. ശ്രദ്ധിച്ച് കേട്ടോണം. നിങ്ങൾ ഇച്ഛിക്കാത്തതാണ് നിങ്ങളിൽ സംഭവിക്കുന്നുവെങ്കിൽ ഓർത്തോണം, നിങ്ങളല്ല നിങ്ങളെ നിയന്ത്രിക്കുന്നത്. നിങ്ങളെ നിയന്ത്രിക്കുന്ന രണ്ട് പേരുണ്ട്. ഒന്ന് ജഡവും, രണ്ട് ആത്മാവും. ആത്മാവ് നയിക്കുകയും ജഡം നയിക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഇച്ഛിക്കാത്തത് നിങ്ങൾ ചെയ്യുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നെഗറ്റീവിലേക്ക് ജഡം കൊണ്ടുപോകുമ്പോഴാണ് നിങ്ങൾ നെഗറ്റീവ് ചെയ്യുന്നത്. പോസിറ്റീവിലേക്ക് ആത്മാവ് കൊണ്ടുപോകുമ്പോഴാണ് നിങ്ങൾ ആത്മാവ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളല്ല പ്രവർത്തിക്കുന്നത്, നിങ്ങളിൽ വസിക്കുന്നതാണ് പ്രവർത്തിക്കുന്നത്. പിശാച് വസിച്ച് പിശാചിന്റെ പ്രവൃത്തി ചെയ്യിക്കുന്നു, കർത്താവ് വസിച്ച് കർത്താവിന്റെ പ്രവൃത്തി ചെയ്യിക്കുന്നു. ഈ ആശയത്തെ ഉള്ളതിൽ എഴുതുക. പിശാച് വസിച്ച് പിശാചിന്റെ പ്രവൃത്തി ചെയ്യിക്കുന്നു, കർത്താവ് വസിച്ച് കർത്താവിന്റെ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. സാത്താൻ വസിച്ച് സാത്താന്റെ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നു, കർത്താവ് വസിച്ച് കർത്താവിന്റെ പ്രവൃത്തി ചെയ്യിക്കുന്നു. നിങ്ങൾ ഇപ്പൊ വസിക്കുന്നത് പിശാചല്ല, നിങ്ങളിപ്പോൾ വസിക്കുന്നത് കർത്താവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി നടത്തപ്പെടുന്നത് ജഡത്തിന്റെ പ്രവൃത്തികളിലൂടെ അല്ല, ആത്മാവിന്റെ ഫലങ്ങളിലൂടെയാണ്. കരങ്ങളെ അടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നു? ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാട്ടെ. അത് നിങ്ങളുടെ ഉള്ളത്തിലൊന്ന് എഴുതണം. അച്ഛനിങ്ങോട്ടൊന്ന്, ജോൺസ് അച്ഛനിങ്ങോട്ടൊന്ന് വന്നേ. അച്ഛനെ നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ നടുവിൽ അതൊന്ന് തെളിയിക്കാം. ഒരാളെ നിർത്തിക്കൊണ്ട് പറഞ്ഞാൽ അത് കൂടുതൽ ചിലപ്പോൾ മനസ്സിലാകും. എന്താണ് ഈ മനുഷ്യൻ്റെ പ്രശ്നം? എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം? എന്താണ് ഇദ്ദേഹത്തിൻ്റെ പരാധീനത? ഇദ്ദേഹത്തിൻ്റെ പരാധീനത ഇത്രയേ ഉള്ളൂ.
ഈ കൈയുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ദേഹിയിൽ നിന്ന് ശരീരത്തിൽ വെളിപ്പെടുന്ന ഇമോഷൻസ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ ഇദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് പറയുന്നെങ്കിലും ഇദ്ദേഹം അതാണെന്നല്ല എൻ്റെ അർത്ഥം കേട്ടോ. ഉദാഹരണത്തിനായിട്ട് നിർത്തുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ ആ കണ്ണോടെ ഈ ശുശ്രൂഷകനെ നോക്കേണ്ട ആവശ്യമില്ല. അനുഗ്രഹീത കർത്താവിൻ്റെ ദാസൻ, കരമടിച്ചൊന്ന് യേശുവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ മകൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇടത്തെ കൈയും വലത്തെ കൈയും എടുത്തുകൊണ്ട് ഞാനത് വിശദീകരിക്കാം. ഇടത്തെ കൈയെ ആത്മാവും വലത്തെ കൈയെ ജഡവും അല്ലെങ്കിൽ പിശാച് നിയന്ത്രിക്കുന്നുവെന്നിരിക്കട്ടെ. രണ്ടിനെയും നിയന്ത്രിക്കുന്നയാളാണ് ഏത് ധ്രുവത്തിലേക്ക് ഇത് പോകണമെന്ന് തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. ഈ വ്യക്തിക്കല്ല സ്വാധീനം, മറിച്ച് ഈ വ്യക്തിയെ നിയന്ത്രിക്കുന്നത് ആരോ അവർക്കാണ് സ്വാധീനം. അതിൻ്റെ തെളിവാണ് ഞാൻ ഇമോഷനിൽ വീണു പോകുന്നത്. ഹലോ, നിങ്ങളെ നിയന്ത്രിക്കുന്നതെങ്കിൽ എങ്ങനെയാ നിങ്ങളുടെ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത് നിങ്ങൾ കോപിച്ചത്? പറയും. ഹലോ, പറയൂ എന്നോട്. നിങ്ങളുടെ ആഗ്രഹം മുഴുവൻ അത് കാണരുതെന്നാ, പക്ഷെ കാണാതിരുന്നല്ലോ, കണ്ടില്ലേ? അപ്പൊ എന്നാ എൻ്റെ അവസ്ഥ എന്നാ? ഞാനല്ല, എന്നെ ആരോ, ഉറക്കെ പറ, ആരോ എന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവരാണ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഗലാത്യ ലേഖനത്തിൻ്റെ ഈ വിശദീകരണം തന്നെ റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പിന്നെ പോയി വായിച്ചോ. 7:19 മുതലുള്ള വാക്യങ്ങളാണ്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ഞാൻ ചെയ്യുന്നുവെങ്കിലോ അതിനെ ചെയ്യുന്നത് ഞാനല്ല. കണ്ടോ, ഞാനല്ല. കേട്ടോ, 7-ാം അധ്യായത്തിൻ്റെ എത്രാമത്തെ വാക്യമുള്ളത്? 7-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ 16 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ഇച്ഛിക്കാത്തതിനെ ഞാൻ ചെയ്യുന്നുവെങ്കിലോ അതിനെ ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. കണ്ടോ, ഞാനല്ല. നോക്കിയേ, വസിക്കുന്നവനാ ചെയ്യിക്കുന്നേ. ഒന്ന് പറഞ്ഞേ, വസിക്കുന്നവനാ ചെയ്യിക്കുന്നേ. എൻ്റെ കൈ ചലിക്കുന്നെങ്കിൽ ഞാനല്ല കൈയെ ചലിപ്പിക്കുന്നേ, എന്നിൽ വസിക്കുന്നവനാ എൻ്റെ കൈയെ ചലിപ്പിക്കുന്നേ. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. നിങ്ങൾ കാണുന്നത് എൻ്റെ കൈ ചലിച്ചതായിട്ടാ, പക്ഷെ ഞാനല്ല. ഇച്ഛിക്കുന്നത് ഞാൻ, വായിച്ചില്ലേ ഇവിടെ? ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം മാത്രമേ. എന്ന് പറഞ്ഞ പാപത്തിന്റെ കർത്തൃത്വമുള്ള സാത്താൻ എൻ്റെ ഉള്ളിൽ വസിച്ചിട്ട് എൻ്റെ അവയവത്തെ എടുത്ത് ആ കള്ള പിശാച് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പാവമാ, ഞാൻ പാപമല്ല, ഞാൻ പാവമാ, ഞാൻ പാവമാ എൻ്റെ ബ്രദറെ, ഞാൻ പാവമാ. പക്ഷേ ഇതിൻ്റെ സാക്ഷി നിങ്ങൾ കേൾക്ക്. ഞാൻ ഈ ജയിലുകളിൽ ഇടയ്ക്ക് സുവിശേഷീകരണത്തിന് പോയിക്കൊണ്ടിരുന്ന കാലത്ത് എനിക്ക് പരിചയമുള്ള ഒരു, നിരന്തരമായിട്ട് നമ്മൾ പോയി യേശുവിൻ്റെ സമാധാനവും സന്തോഷവും പറയുന്ന സഹദേവൻ എന്ന് പറയുന്ന ഒരാളെ കാണാനായിട്ടിടയായി. സഹദേവൻ സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും വെട്ടിക്കൊന്നിട്ടാണ് ജയിലിൽ പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹമായിട്ട് ആരും പോയി സംസാരിക്കുകയില്ല. കർത്താവിൻ്റെ സ്നേഹമാണല്ലോ നമ്മളെ അതിന് നിർബന്ധിക്കുന്നത്. ക്രൂരനാണെന്ന് പറഞ്ഞ് ആ ജയിലിലുള്ള ഒരാളോട് പോലും ഇദ്ദേഹം സഖ്യതയ്ക്ക് പോകത്തില്ല. എന്തായിരുന്നാലും അന്നിരുന്ന സാറ് നമുക്ക് അനുവാദം തന്ന് ഇദ്ദേഹമായിട്ട് ഞാൻ പല മണിക്കൂറുകൾ പോയി സംസാരിച്ചു. സഹദേവൻ പറഞ്ഞ ഒരു കാര്യം എന്നാണെന്നറിയോ? സഹദേവൻ പറഞ്ഞു, ബ്രദറെ, അന്നേരം ആ ഇമോഷൻ്റെ പുറത്ത് ചെയ്തു പോയതാ. ഈ മനുഷ്യൻ 10-ലധികം വർഷമായി ആ ജയിലിൽ കിടന്ന് ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ സഹദേവൻ്റെ വാക്കുകൾ കേൾക്കുക. ഞാൻ അന്നേരത്തെ ഇമോഷന് ചെയ്തു പോയി. ഞാനാണോ എന്നെ നിയന്ത്രിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നിയന്ത്രിച്ചെങ്കിൽ ഒരിക്കലും ചെയ്യത്തില്ലായിരുന്നു. ആ സമയത്ത് വേറെ ആരോ എന്നെ നിയന്ത്രിച്ചു. സഹദേവൻ്റേത് ഞാൻ പറഞ്ഞത് കുറച്ച് എക്സ്ട്രീമാണെന്ന് കൂട്ടിക്കോ. അതിൻ്റെ ചെറുപ്പമാണ് നിങ്ങളും ഞാനും, അതിൻ്റെ ചെറുതാണ് നിങ്ങളും ഞാനും. സഹദേവൻ അന്ന് കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ കത്തി കൊണ്ട് തലയറുത്ത് ഭാര്യയെയും കുഞ്ഞിനെയും കൊന്നു എന്ന് നമുക്ക് പറയാം. പക്ഷേ നമുക്ക് കത്തി കിട്ടാഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവസരം ഉണ്ടാകാഞ്ഞിട്ടോ എന്നുള്ളതിനപ്പുറത്ത് സഹദേവൻ്റെ കാര്യവും നമ്മുടെ കാര്യവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. സഹദേവൻ എങ്ങനെ പ്രതികരിച്ചോ അതുപോലെ തന്നെ ഇമോഷൻസ് വരുമ്പോൾ നിങ്ങളും ഞാനും പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം സഹദേവനും നിങ്ങളും ഞാനും, നാം എല്ലാവരും ഒരു കാര്യം തുറന്നു പറയുന്നു, വേറെ ആരോ
നിയന്ത്രിക്കുക, വേറെ ആരോ നിയന്ത്രിക്കുക, ഞാനല്ല. റോമർക്ക് എഴുതിയിൽ എങ്ങനെയാണ് അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ കണ്ടില്ലേ? ഞാനല്ല, എന്നെ കുറ്റക്കാരനായിട്ട് കാണരുത്, എന്നെ ആരോ നിയന്ത്രിക്കുകയാണ്. ഉറക്കെ പറഞ്ഞ്, എന്നെ ആരോ നിയന്ത്രിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ജഡത്തിന്റെ പ്രവർത്തികൾ എവിടുന്ന് വന്നതാ? ഇപ്പോൾ ഈ വാക്യം ഭയങ്കരമായിട്ട് തുറക്കുക. ഈ വാക്യം ഒറ്റ വാക്യം പറ. ജഡത്തിന്റെ പ്രവർത്തികൾ എവിടുന്ന് വന്നതാ? നിയന്ത്രിക്കുന്നവനിൽ നിന്ന് വന്നതാ. ആത്മാവിന്റെ പ്രവർത്തനം എവിടുന്ന് വന്നതാ? നിയന്ത്രിക്കുന്നവനിൽ നിന്ന് വന്നതാ. അപ്പം മാറേണ്ടിയത് വാസ്തവത്തിൽ എന്താണ്? 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 ഉറക്കെ പറ. നിയന്ത്രിക്കുന്നവൻ മാറിയാൽ ഞാൻ മാറും. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് മനസ്സിലായി? നിയന്ത്രിക്കുന്നവൻ മാറിയാൽ ഞാൻ മാറും. കാരണം നിയന്ത്രിക്കുന്നവനാ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതും, നിയന്ത്രിക്കുന്നവനാ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതും. നിയന്ത്രിക്കുന്നവൻ മാറിയാൽ ഞാൻ മാറും. ഇവിടെ നിയന്ത്രിക്കുന്നവനാ മാറിയിരിക്കുന്നത്. നിയന്ത്രിക്കുന്നത് വേറെ ആരുമല്ല, ദൈവാത്മാവാണ്. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുത്തു. യേശുവിനെ വിശ്വസിച്ചപ്പോൾ നിങ്ങളിൽ സംഭവിച്ചത് അറിയാതിരിക്കരുത് മക്കളെ. ഒന്ന് വായിച്ചു നോക്കി, 16-ാമത്തെ വാക്യം ഇനി ഒന്ന് വായിച്ചു. ഗലാത്യലേഖനം 6:5 നടപ്പിൻ, എന്നാൽ നിങ്ങൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുവീൻ. കണ്ടോ? ഇദ്ദേഹം നിങ്ങളെ നയിച്ചാൽ, ഇടം കരത്തെ ആത്മാവിനും വലം കരത്തെ ജഡത്തിന്റെ പ്രവർത്തികൾക്കും കൊടുത്താൽ, ഇത് നിങ്ങളെ നയിച്ചാൽ നിങ്ങൾ തീരുമാനിച്ചാൽ എന്നല്ല. കാരണം കോപിക്കില്ലെന്ന് എത്രയോ വട്ടം തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ വല്ലതും നടന്നിട്ടുണ്ടോ? ആരോടും പറയണ്ട, കൈയൊന്നും ഉയർത്തണ്ട, സത്യമല്ലേ? എനിക്ക് അസൂയ ഉണ്ടാകുകയല്ലെന്ന് ഡയറിയിൽ എഴുതി വെച്ചിട്ട് അസൂയപ്പെട്ടവരെ എനിക്കറിയാം. പേപ്പറിൽ എഴുതിക്കൊണ്ട് അസൂയ മാറുമായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. കുറേ പേര് തീരുമാനിച്ച, നല്ല ശതമാനം ക്രൈസ്തവർ പോലും ചിന്തിക്കുന്നത് ഇന്നൊരു തീരുമാനം എടുത്താൽ ഒരു വിജയം ഉണ്ടാവുമെന്ന. ബ്രദർ, ഇന്നൊരു തീരുമാനം എടുത്തോ. എൻ്റെ ബ്രദറെ, തീരുമാനം എടുത്ത് ജയിക്കാൻ പറ്റുമായിരുന്നു, എന്തിനാ യേശുവിനെ താഴേക്ക് അയച്ചേ? നിങ്ങൾ ഞാനും കുറേ തീരുമാനം അങ്ങ് എടുത്താൽ പോരായിരുന്നു. എടുക്കുന്ന തീരുമാനത്തിൽ എനിക്ക് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത കൊണ്ടാണ് എന്നെ നിയന്ത്രിക്കാൻ ഒരാളെ അകത്ത് തന്നത്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. 16-ാമത്തെ വാക്യം നോക്കുക. 16-ാമത്തെ വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. എന്നിട്ട് പറയാ, നിങ്ങളുടെ അകത്ത് തന്ന ആത്മാവിനെ അനുസരിച്ച് നടക്കുവീൻ. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രവൃത്തികൾ എന്നല്ല പറയുന്നത്. മേളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ജഡത്തിന്റെ പ്രവൃത്തികളോ, സ്വയാശ്രയത്തിന്റെ, സ്വയ തീരുമാനത്തിന്റെ പ്രവൃത്തികളോ, സ്വയ തീരുമാനത്തിന്റെ പരാജയമോ, അത് അവസാനിക്കുന്ന എവിടെയാണെന്നാ വായിക്കുന്നേ? അസൂയയില്, പിണക്കത്തില്, ക്രോധത്തില്, ദ്വന്ദ്വപക്ഷത്തില്, ഭിന്നതയില്. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു ഞാൻ പറയുന്നേ? ഇറ്റ്സ് വെരി സിമ്പിൾ. ഇന്ന് ഈ വചന കേൾവി എന്തിനാന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിയന്ത്രിക്കുന്ന ആളെ നിങ്ങളിലേക്കൊന്ന് അനുവദിക്കുക. ഒരു 3 പേർക്ക് കരം കൊടുത്തൊന്ന് പറഞ്ഞ്, 3 പേരോടൊന്ന് പറഞ്ഞ്, നിയന്ത്രിക്കുന്നവനെ നിങ്ങളിലേക്ക് അനുവദിക്കുക. ഹല്ലേലൂയ. Allow him to guide you. Allow him to carry you. നിങ്ങളെ വഹിക്കുവാൻ നിങ്ങൾ ആ നിയന്ത്രിക്കുന്നവനെ അനുവദിക്കുക. ഹല്ലേലൂയ. ഇതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളത്തിൽ തന്നിരിക്കുന്നത്. ഇതിൻ്റെ വാക്യങ്ങൾ താഴേക്ക് വായിക്കുവാൻ പോകുന്നത്. അതിൻ്റെ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാം, എന്നിട്ട് നമുക്ക് പിന്നെയും വായിക്കാം. ഹല്ലേലൂയ. 18-ാമത്തെ വാക്യം നോക്കിയേ. 18-ാമത്തെ വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. നിങ്ങൾ വ്യവസ്ഥിതിയുടെ കീഴിലല്ല. കാരണം വ്യവസ്ഥിതി പ്രവൃത്തിയുടെ കീഴിലുള്ളവന് ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ ഒക്കത്തില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രവൃത്തിയുടെ കീഴിലുള്ളവരല്ല, ആത്മാവിന് കീഴിലുള്ളവരാണ്. നിങ്ങളെ കീഴാക്കിയിരിക്കുന്ന ആത്മാവാണ് നിങ്ങളെ നയിക്കുന്നത്. എവിടെയാ തോൽക്കുന്നതെന്നറിയാമോ? പ്രിയമുള്ളവർ, എവിടെയാ തോൽക്കുന്നതെന്നറിയാമോ? ആത്മാവ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുമ്പോഴും ആത്മാവ് ചെയ്യുമ്പോഴുമാണ് പരാജയം ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ വളരെ വ്യക്തമായി ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ആ വാക്യങ്ങൾ ഒരു വട്ടം കൂടെ എൻ്റെ കൂടെ ഒന്ന് വായിച്ചാട്ടെ. ജഡത്തിൻ്റെ പ്രവർത്തികൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഫലങ്ങൾ, ജഡത്തിൻ്റെ പ്രവർത്തികൾ.
ഇവിടെ ഈ 19-ാം വാക്യം 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം മുതൽ വിശദീകരിക്കുന്ന ഭാഗങ്ങൾ ഒന്നുകൂടെ വായിക്കുമ്പോൾ ഒന്ന് ദയവായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. 5-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. ജഡത്തിന്റെ പ്രവൃത്തികളോ അസൂയ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദൊന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഇത് മുഴുവൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഇത്രയും കാര്യം തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഇത് മുഴുവൻ ജഡത്തിന്റെ പ്രവർത്തികളാണ്. അതാ മേളിൽ തൊട്ട് തുടങ്ങിയപ്പോഴേ പറഞ്ഞു. 10-ാം വാക്യം തുടങ്ങി ജഡത്തിന്റെ പ്രവർത്തികളോ ഉറക്കെ പറ, ജഡത്തിന്റെ പ്രവർത്തികളോ സാത്താനെ ഭരണത്തിന് അനുവദിച്ചു കൊടുക്കുന്നവരിൽ വെളിവാകുന്ന പ്രവർത്തികളോ, മറ്റൊരാശയത്തിൽ പറഞ്ഞാൽ സ്വയനീതിയിൽ കീഴ്പ്പെടുന്നവനിൽ ഉണ്ടാകുന്ന പ്രവർത്തികളോ. അവൻ ഇതെല്ലാം നിർത്താൻ ശ്രമിക്കും, പക്ഷെ നടക്കുകയില്ല. അവൻ മദ്യപാനം നിർത്താൻ ശ്രമിക്കും, പിന്നെ അവൻ മദ്യപിക്കും. അവൻ അസൂയ ഇല്ലാത്തവനാകാൻ ശ്രമിക്കും, പിന്നെ അസൂയ ഉള്ളവനാകും. ഹല്ലേലൂയ. കോപിക്കാതിരിക്കാൻ ശ്രമിക്കും, പക്ഷെ കോപമുള്ളവനായി അവൻ മാറും. എന്നാൽ താഴേക്ക് 22-ാം വാക്യം മുതൽ വിശദീകരിക്കുന്ന ഒന്ന് കേട്ടെ. ആത്മാവിന്റെ ഫലമോ ഇത് 2 പദത്തിന് അടിവര ഇട്ടാൽ തന്നെ 5-ാം അധ്യായം മുഴുവൻ മനസ്സിലാവും. 1 ജഡത്തിന്റെ പ്രവൃത്തി, 2 ആത്മാവിന്റെ ഫലം. ജഡത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ പിശാചും ആത്മാവിന്റെ ബലത്തെ ഉണ്ടാക്കുവാൻ കർത്താവും ഒരു വ്യക്തിയിൽ വരികയാണ്. ഹല്ലേലൂയ. ഇത് രണ്ടും 2 പേരിരുന്ന് ചെയ്യിപ്പിക്കുന്നതാണ്. അങ്ങനെ എന്നോടൊന്ന് ചേർന്നൊന്ന് പറയാമോ? ഇത് രണ്ടും 2 പേരിരുന്ന് ചെയ്യിക്കുന്ന. ജഡത്തിന്റെ പ്രവൃത്തി പിശാചിരുന്നും ആത്മാവിന്റെ പ്രവൃത്തി കർത്താവിരുന്നും ചെയ്യിപ്പിക്കുന്നതാണ്. ഒന്ന് ചേർന്ന് പറയാമോ? കരമുയർത്തി. ഇവ രണ്ടും 2 കരമുയർത്തി പറഞ്ഞു. ഇവ രണ്ടും 2 പേരിരുന്ന് ചെയ്യിക്കുന്നതാണ്. ജഡത്തിന്റെ പ്രവൃത്തി പിശാചിരുന്നും ആത്മാവിന്റെ പ്രവൃത്തി കർത്താവ് ഇരുന്നും ചെയ്യുന്നതാണ്. അപ്പൊ ഈ വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഇവിടുത്തെ പ്രശ്നം എല്ലാം തീർന്നു. ഈ വ്യക്തികളായത് മുഴുവൻ ചെയ്യിപ്പിക്കണേ. എത്ര പേർക്ക് അത് മനസ്സിലായെങ്കിൽ ഒന്ന് കരമുയർത്തി വീശി ഒന്ന് യേശുവിനെ സ്തുതി ചെയ്യും. ഹല്ലേലൂയ. 2 വ്യക്തികളാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. ജഡത്തിന്റെ പ്രവൃത്തി ചെയ്യിക്കുന്നത് ആ പിശാചും, ആത്മാവിന്റെ പ്രവൃത്തി ചെയ്യിക്കുന്നത് കർത്താവും. ഇവിടെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ ഈ ആത്മാവിനെ ഒന്ന് അനുവദിച്ചാൽ മാത്രം മതി. പ്രവൃത്തി അങ്ങോട്ട് മാറിയിട്ട് ഫലം അങ്ങോട്ട് വ്യാപരിക്കാൻ തുടങ്ങും. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഈ പദം ഞാനൊന്ന് തൊടാൻ പോവാ. ശ്രദ്ധിച്ചു കേൾക്കാം. പ്രവൃത്തി, ഫലം. ഒന്ന് ചേർന്ന് പറഞ്ഞു. പ്രവൃത്തി, ഫലം. പ്രവൃത്തി എന്റേതും ഫലം വിത്തിൻ്റെതുമാണ്. ഇനി പറയണോ? പ്രവൃത്തി എന്റേതും ഫലം വിത്തിൻ്റെതുമാണ്. ഫലത്തിൽ ശ്രമമില്ല. ഫലത്തിൽ വിത്തിൻ്റെ ശ്രമമേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഒന്നുകൂടെ പറയാം. ഫലത്തിൽ നിങ്ങളുടെ ശ്രമമില്ല, വിത്തിൻ്റെ ശ്രമമേ ഉള്ളൂ. എന്നാൽ ശ്രമത്തിൽ ഫലമില്ല. എത്ര ശ്രമിച്ചാലും നിങ്ങളെ കൊണ്ടൊരു ഫലം ഉണ്ടാക്കാൻ പറ്റുകയില്ല. വിത്ത് ശ്രമിക്കാത്ത എത്ര കാലം ഫലം ഉണ്ടാകുകയില്ല. ഹലോ, കിട്ടിയ ഓറഞ്ച്, കയ്യിലൊരു ഓറഞ്ച് തന്നാൽ അത് പൊളിച്ച് ഭക്ഷിക്കാൻ അറിയാം അല്ലേ, തിന്നാൻ അറിയാം അല്ലേ. പക്ഷെ ഒരു ഓറഞ്ച് ഒന്നും ഉണ്ടാക്കി 1500 അല്ലി അടുക്കി പുറത്തൂടെ ഒരു നൂല് പോലത്തെ ആ സാധനമൊക്കെ വെച്ചൊന്നും ഉണ്ടാക്കി. ആദ്യത്തെ അല്ലി അടുക്കി അവസാനത്തെ അല്ലി അടുക്കുമ്പോഴത്തേക്കും ആദ്യത്തെ ചീഞ്ഞു പോകും. ഇത് തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ പലരുടെയും പ്രശ്നം. ഹല്ലേലൂയ. ഒരിക്കലും നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുകയില്ല. അതേസമയം നിങ്ങൾ ഓറഞ്ച് മരത്തോടൊന്ന് പറഞ്ഞേ, ഓറഞ്ച് മരമേ ഒരു ഓറഞ്ച് ഉണ്ടാക്കിത്താ. നിങ്ങളുടെ അടുക്ക വന്ന് അല്ലിയും മേടിക്കത്തില്ല, ആ നൂല് പോലുള്ളതൊന്നും മേടിക്കത്തില്ല. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ ഫലമായിട്ട് ഓറഞ്ച് പുറത്തു വരുന്ന കാണാം. അത് നിങ്ങളുടെ ശ്രമം അല്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ച ചിന്ത അതാണ്. വിത്തിൻ്റെ ശ്രമത്താലാണ് ഫലമുണ്ടാകുന്നത്. ചേർന്ന് പറയാമോ? വിത്തിൻ്റെ ശ്രമത്താലാണ് ഫലമുണ്ടാകുന്നത്. ഉറക്കെ എന്ന് പറഞ്ഞ കരമുയർത്തി. വിത്തിൻ്റെ ശ്രമത്താലാണ് ഫലമുണ്ടാകുന്നത്. എന്നാൽ മറ്റിടത്ത് എന്താണെന്നറിയോ? പ്രവർത്തികളാണ്. മറ്റിടത്ത് മുഴുവൻ വർക്കാണ്, ഇവിടെ മുഴുവൻ ഫ്രൂട്ടാണ്. ഗലാത്യ സഭയ്ക്ക് പറ്റിയത് എന്നാണെന്നറിയോ? ഇങ്ങോട്ട് നോക്ക്. ഗലാത്യ സഭയ്ക്ക് പറ്റിയത് എന്നാണെന്നറിയോ? ഫ്രൂട്ടിൽ നിന്ന് വർക്കിലോട്ട് പോയി.
ബലത്തിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് പോയി. ഹല്ലേലൂയ. അന്നേരം ചോദിക്കുകയാണ്, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പം ജഡം കൊണ്ടോ സമാപിക്കുന്നത്? ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? കണ്ടോ, ആത്മാവ് എപ്പോഴായിരുന്നു വന്നേ? ആത്മാവ് കൊണ്ട് എപ്പോഴാണ് ആരംഭിച്ചേ? ബലത്തെ വിശ്വസിച്ചപ്പോൾ ഇവരുടെ ഇടയിൽ ബലം ഉണ്ടായിരുന്നു. ബലമായിരുന്നു, അത്ഭുതവും അടയാളവും വിവിധ വീര്യപ്രവൃത്തികളും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ എപ്പോൾ ഇവർ പ്രവൃത്തിയിൽ ആശ്രയിച്ചോ, അപ്പോൾ ബലം അങ്ങോട്ട് ഇറങ്ങി, ശ്രമം അങ്ങോട്ട് കയറി. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പം ജഡം കൊണ്ടോ അവസാനിപ്പിക്കുന്നത്. ആത്മാവ് മാറി, ജഡം കയറി, പ്രവൃത്തിയെ കയറി, ഫലം ഇറങ്ങിപ്പോയി. ഇവിടെ എങ്ങനെയാണ് ഈ ആത്മാവിൻ്റെ ഫലങ്ങളുള്ളവരായി മാറാൻ കഴിയുന്നത്? വെരി സിമ്പിൾ. നിങ്ങൾ ആത്മാവിനെ നിങ്ങളിലൊന്ന് അനുവദിച്ചാട്ടെ. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുവദിക്കും തോറും, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പരിശുദ്ധാത്മാവിനെ ഞാനിത് പറയുമ്പോൾ തന്നെ എനിക്കറിയാൻ കഴിയുന്നു, മേളി പറഞ്ഞത് പലതും ഇന്ന് നിങ്ങൾ ഇറക്കാതെ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. മേളി പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? 19-ാം വാക്യത്തിൽ നിങ്ങൾ കണ്ടില്ലേ? അസൂയ. വായിച്ചോ, എന്നെ ഒന്നുകൂടെ വേണമെങ്കിൽ. ദുർനടപ്പ്. ഞാൻ പറയാം. ഇന്നിവിടെ ശ്രമം മാറി ബലം കയറുമ്പം, വിത്തിൻ്റെ ശ്രമം തുടങ്ങുമ്പം, ദുർനടപ്പ് നിങ്ങൾ നിർത്തണ്ട. ഹല്ലേലൂയ. നിങ്ങൾ നിർത്താൻ നോക്കിയിട്ട് നടന്നിട്ടില്ല. ദുർനടപ്പ് നിങ്ങൾ നിർത്തണ്ട. നിങ്ങളിൽ വന്ന ഫലം നിങ്ങളെ കൊണ്ട് നിർത്തിച്ചോളൂ. ഹല്ലേലൂയ. ദുർനടപ്പ് ഓരോന്ന് വായിച്ചോ. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം. അശുദ്ധിയുടെ മറുവാക്ക വിശുദ്ധി. ദൈവമേ, അശുദ്ധിയിൽ നിന്ന് എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കണമേ എന്ന നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. പക്ഷെ ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞിരിക്കുന്നവയെല്ലാം ദൈവത്തിൻ്റെ സ്വഭാവങ്ങളാണ്. മേളി പറഞ്ഞിരിക്കുന്നവയെല്ലാം പിശാചിൻ്റെ സ്വഭാവവും താഴെ പറഞ്ഞിരിക്കുന്നവയെല്ലാം കർത്താവിൻ്റെ സ്വഭാവമാണ്. ഇവർ രണ്ടുപേരും വരുമ്പോൾ ഉണ്ടാകുന്ന സ്വഭാവങ്ങളായി പറഞ്ഞിരിക്കുന്നതല്ല. അസൂയ വരുന്നത് അവൻ വരുമ്പം, സമാധാനം വരുന്നത് കർത്താവ് വരുമ്പം, അശുദ്ധി വരുന്നത് അവൻ വരുമ്പം, വിശുദ്ധി വരുന്നത് കർത്താവ് വരുമ്പം. പിശാച് വന്ന് ചെയ്യുന്നതും കർത്താവ് വന്ന് ചെയ്യുന്നതുമാണ് ഇത് രണ്ടും. എത്ര പേർക്ക് മനസ്സിലായി? കരമടിച്ചൊന്ന് യേശുവിനെ സ്തോത്രം ചെയ്തു. ഇവിടെ താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് വായിച്ചേ. താഴെ പറയുന്ന 22 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചവനെ. 22 പോലുള്ള വാക്യങ്ങൾ. ആത്മാവിന്റെ ഫലമോ സ്നേഹം. കണ്ടോ, സ്നേഹം ആരുടെ സ്വഭാവമാ? ഉറക്കെ പറ, ആരുടെ സ്വഭാവമാ? ദൈവത്തിന്റെ സ്വഭാവം. ആത്മാവായ ദൈവത്തിന്റെ സ്വഭാവമാണ് സ്നേഹം. ദൈവം തന്നെ പരിചയപ്പെടുത്തും പറയുക, ദൈവം സ്നേഹമാകുന്നു. പിശാച് വരുന്നത് അറുക്കാനും മുടിക്കാനും ഭിന്നത ഉണ്ടാക്കാനുമാണെങ്കിൽ ദൈവം സ്നേഹമാകുന്നു. സോ സ്നേഹം. പിന്നെ സന്തോഷം ആരുടേതാ? ഉറക്കെ പറ. കർത്താവിൻ്റെതാ. പിന്നെ സർവ്വജനത്തിന് ഉണ്ടാകാനിരിക്കുന്ന സമാധാനം, മഹാസന്തോഷം ആരാ? യേശുവാണ്. പിന്നെ സമാധാനം, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. അപ്പൊ സമാധാനം ആരാ? ഉറക്കെ പറ, യേശു. ഇനി അടുത്തത് ദീർഘക്ഷമ. ക്ഷമ നിങ്ങളുടേതാ, പക്ഷെ ദീർഘക്ഷമ ആരുടേതാ? കർത്താവിൻ്റെതാ. ദീർഘമായി ക്ഷമിക്കുന്ന ദൈവം. അടുത്തത് ദയാലുവായ ദൈവം. ആരുടേതാ? ഉറക്കെ പറ, മിണ്ട്, വായി തുറന്ന് പറ. ഹല്ലേലൂയ. സ്നേഹം കർത്താവിൻ്റെയാണ്, സന്തോഷം കർത്താവിൻ്റെയാണ്, സമാധാനം കർത്താവിൻ്റെയാണ്, ദീർഘക്ഷമ കർത്താവിൻ്റെയാണ്, ദയ കർത്താവിൻ്റെയാണ്, പരോപകാരം. ദൈവത്തെ പോലൊരു പരോപകാരം ഇല്ല, ദൈവത്തിൻ്റെയാണത്. ഇനി അടുത്തത് വിശ്വസ്തനായ ദൈവം. എത്ര പേര് ദൈവത്തെ അങ്ങനെ കേട്ടിട്ടുണ്ട്? ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. വിശ്വസ്തനായ ദൈവം. അടുത്തത് സൗമ്യത. സൗമ്യതയുള്ളവർ ഭാഗ്യവാൻ എന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞവൻ ആരായിരിക്കണം? ഞാൻ സൗമ്യനും ശാന്തനുമാകുന്നു. എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പീൻ. യേശുവിനെ പോലെ സൗമ്യനാരുമില്ല. പിന്നെ സൗമ്യത. പിന്നെ ഇന്ദ്രിയത്തിന് മേൽ ജയമുള്ള ആളാരാ? ആളുടെ പേര് പറ. യേശു. ദൈവം. അത് യേശു, ആത്മാവായ ദൈവം. അടുത്തത് ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ഈ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ ഉള്ള ആളുടെ പേരൊന്ന് പറഞ്ഞേ. യേശു. ആ ആളിപ്പോ എവിടെ ഉള്ളതെന്നൊന്ന് പറഞ്ഞേ. എൻ്റെ ഉള്ളിൽ. ഉറക്കെ പറ. അപ്പം മനസ്സിലായി. നിങ്ങൾ വിത്ത് സ്വീകരിച്ചവരാണ്. നിങ്ങളിൽ നിന്ന് ദയ വന്നില്ലെങ്കിൽ അതിശയിക്കണ്ടേ, നിങ്ങളിൽ നിന്ന് കരുണ വന്നില്ലേലും അതിശയിക്കണ്ടേ, നിങ്ങൾക്ക് സന്തോഷം ഇല്ലേലും അതിശയിക്കണ്ടേ. കാരണം നിങ്ങൾ വന്ന വിത്തിനകത്ത് ഇതെല്ലാം ഉള്ളതാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. നിങ്ങൾ സ്വീകരിച്ച വിത്തിനകത്ത് ഇതെല്ലാം ഉണ്ട്. നിങ്ങൾ സ്വീകരിച്ച വിത്തിനകത്ത് ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ്
നിങ്ങൾ ഈ വിത്തിനെ അനുവദിക്കുമ്പോൾ ഈ വിത്തിൽ നിന്ന് ഇത് വളർന്ന് 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 പുറത്തേക്ക് വരുന്നത്. ഹല്ലേലൂയ. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ഞാൻ സ്വീകരിച്ച വിത്താകുന്ന യേശുവിലുള്ളത് ഞാനാകുന്ന കൊമ്പിൽ വെളിപ്പെടുന്നതാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു വൃക്ഷത്തെ മുമ്പിൽ കാണുക, ഏതെങ്കിലും ഒരു വൃക്ഷത്തെ മുമ്പിൽ കാണുക. ആ പാവയ്ക്ക കുരു തന്നെ എടുക്കുക, ആ പാവയ്ക്കയുടെ സീഡ് തന്നെ എടുക്കുക. ആ പാവയ്ക്കയുടെ സീഡ് നിങ്ങൾ കുഴിച്ചിട്ടു, ചില നാളുകൾ വെള്ളമൊഴിച്ചു, നിങ്ങൾക്കറിയാം അതിന് വളരാൻ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. താഴെ കുഴിച്ചിട്ടപ്പോൾ തന്നെ മേളിലൊരു വലിയ വേലി നിങ്ങൾ കെട്ടി, ഒരു വലിയ പന്തൽ നിങ്ങൾ ഇട്ടു. നിങ്ങൾക്കറിയാം ഇതിനകത്തുള്ളത് വളർന്നു വരും, ഇതിനകത്തുള്ളത് വളർന്നു വരും. ഒന്നും കണ്ടിട്ടല്ല നിങ്ങൾ വെള്ളമൊഴിച്ചത്. എന്നാൽ ചില നാളുകൾ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയപ്പോഴത്തേക്കും അകത്തേത് പുറത്ത് പൊട്ടാനിടയായി, പൊട്ടിയത് വളരാനിടയായി. വളർന്നപ്പോൾ ഇപ്പം കാണുന്ന രംഗം ഒന്ന് കണ്ടേ. ആ വിത്തിൽ എന്തുണ്ടോ അത് ആ കൊമ്പുകളിലൂടെ വെളിപ്പെടുകയാണ്, ആ കൊമ്പുകളിലൂടെ വെളിപ്പെടുകയാണ്. ഓ ഹല്ലേലൂയ. കായ്ച്ചു നിൽക്കുന്ന മാമ്പഴത്തിൻ്റെ ആ വൃക്ഷത്തെ, മാങ്ങാ മരത്തെ നിങ്ങളൊന്ന് കണ്ടേ. ഹല്ലേലൂയ. മാങ്ങാ മരം നിങ്ങളോടൊരു സന്ദേശം പറയുന്നു. എൻ്റെ ഉള്ളിൽ എന്തുണ്ടോ അതാണ് എൻ്റെ കൊമ്പിൽ വെളിപ്പെടുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. എൻ്റെ ഉള്ളിൽ എന്തുണ്ടോ, ഞാൻ എന്തിലാണോ നിൽക്കുന്നത് അതാണ് എൻ്റെ കൊമ്പിൽ വെളിപ്പെടുന്നത്. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അതാണ് നിങ്ങളുടെ കൊമ്പിൽ വെളിപ്പെടുന്നത്. നിങ്ങൾ നിൽക്കുന്നത് യേശുവിലാണ്. നിങ്ങളാകുന്ന കൊമ്പിൽ വെളിപ്പെടുന്നത് യേശുവിലുള്ളതാണ്. യേശുവിലുള്ളത് ദയ, യേശുവിലുള്ളത് പരോപകാരമാ, യേശുവിലുള്ളത് ദീർഘക്ഷമയാ, യേശുവിലുള്ളത് കരുണയാ, യേശുവിലുള്ളത് സ്നേഹമാ, യേശുവിലുള്ളത് സന്തോഷമാ. കരം അടിച്ചൊന്ന് സ്വീകരിച്ച ദൈവമക്കളെ, അതിപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. യേശുവിൻ്റെ നാമം ജയം, യേശുവിൻ്റെ നാമം ജയം, യേശുവിൻ്റെ നാമം ജയം. എല്ലാ എഫോർട്ടുകളും ഇവിടെ അവസാനിക്കട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് രണ്ടും സ്വഭാവങ്ങളാണ്. 19 വാക്യം മുതൽ 21 വാക്യം വരെ പിശാചിൻ്റെ സ്വഭാവവും, 22 വാക്യം മുതൽ 24 വാക്യം വരെ കർത്താവിൻ്റെ സ്വഭാവവുമാണ്. പിശാചിൻ്റെ സ്വഭാവങ്ങൾ വായിച്ച മേളിൽ അവൻ്റെ സ്വഭാവമാണ് അവിടെ കാണുന്നത്. അവൻ വരുന്നവരിൽ അത്, ഇവൻ വരുന്നവരിൽ ഇത്. ഓ അതനുവദിക്കുന്നവരിൽ അത്, ഇത് അനുവദിക്കുന്നവരിൽ ഇത്. പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവർ അതിനെ അനുവദിക്കുന്നു, വിശ്വസിക്കുന്നവർ ഇതിനെ അനുവദിക്കുന്നു, ഇതിനെ അനുവദിക്കുന്നവരിൽ ഇത്. ഓ ഈ ജീവിതം ഒരു ഭയങ്കര ജീവിതമാണ്. ഇത് അനുഭവിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ തന്നെ കരങ്ങളെ അടിച്ചൊന്ന് യേശുവിന് നന്ദി പറയാൻ തുടങ്ങിക്കോ. എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, ഹല്ലേലൂയ. ആ വാഴ്ച തുടങ്ങിക്കഴിഞ്ഞു പ്രിയമുള്ളവരെ, ആ വാഴ്ച തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളുള്ളത് പുറത്തേക്ക് വ്യാപരിക്കുകയാണ്. മടിക്കാതെ സ്വീകരിക്കുക അതിനെ. നിങ്ങളിലുള്ളത് എത്രത്തോളം ഞാനിതിനെ അനുവദിക്കുന്നു അത്രത്തോളം ഇതെന്നിലേക്ക് വ്യാപരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ചിന്ത. എത്രത്തോളം നിങ്ങളിതിനെ അനുവദിക്കുന്നു. ഇതിൻ്റെ ആശയം ഒന്ന് മനസ്സിലാക്കിക്കാട്ടെ. എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്? ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു സാധാരണക്കാരൻ ആഴമായി ഈ ദൈവകൃപയെ അനുവദിക്കുമ്പം, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുമ്പം, എന്നെ നടത്തുന്നത് ആത്മാവാണ് എന്ന ഉറപ്പിൽ നടക്കുമ്പം, ഈ ഉറപ്പിൽ നടക്കുന്നവനിൽ അവൻ പോലും അറിയാതെ പുറത്തേക്ക് വരുന്ന ഫലമാണ് ഈ ആത്മാവിൻ്റെ ഫലങ്ങളെല്ലാം. നേരത്തെ എൻ്റെ പ്രശ്നം എന്തായിരുന്നു അറിയാം? ഗലാത്യലേഖനം 5-ാം അധ്യായം ഞാൻ എടുക്കും, മേളുള്ളതെല്ലാം വായിക്കും, എന്നിട്ട് 19 വാക്യം വരുമ്പോൾ തന്നെ എൻ്റെ നെറ്റി അങ്ങ് ചുളുങ്ങും. 19 വാക്യം വന്നിട്ട് ഞാനങ്ങ് ആകെ പ്രശ്നത്തിലാകും. മേളത്തും താഴത്തും വായിക്കും. താഴത്തതായിരിക്കും കുറവ്, മേളത്തായിരിക്കും കൂടുതൽ. ലാസ്റ്റ് നമ്മളിങ്ങനെ ഒരു കൺക്ലൂഷനിലെത്തും. ഓ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാ, എന്നാ പറയാനാ. കുറേ നാളൂടെ ഒന്ന് ഉപവസിച്ച് നോക്കാം, കുറേ നാളൂടെ ഒന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് നോക്കാം, കുറേ നാളൂടെ ഒന്ന് തീരുമാനം എടുത്ത് നോക്കാം ഇതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി. പിന്നീടാ മനസ്സിലായി ഇത് രണ്ടുപേരുടെ സ്വഭാവമാ. അവനിരുന്നാൽ ഇതും ഇവനിരുന്നാൽ ഇതും. ഹല്ലേലൂയ. അപ്പം ഈ ഡ്വെല്ലിങ്, ഈ ഇരിപ്പിനായിട്ട് ആളെ അങ്ങോട്ട് തയ്യാറാക്കിയപ്പോഴാണ് വാസ്തവമായിട്ട് ആളുടെ സ്വഭാവം വെളിപ്പെടുന്നേ. നേരത്തെ കോപത്തെ പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പം കോപം ഉള്ളവരെ പിടിച്ചു കെട്ടാൻ പറ്റുന്നു. കേൾക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ഒത്തിരി തീരുമാനിച്ചിട്ട് വല്ല ഗുണമുണ്ടോ? ഒന്ന് പറഞ്ഞേ ആ ജീവിതത്തെ പറ്റി.
ബ്രദറെ, ഞാൻ പാപിയായി നിന്നപ്പോൾ എൻ്റെ നിയന്ത്രണം സാത്താനായിരുന്നു. എന്നാലും ഞാൻ യേശുവിനെ എൻ്റെ കർത്താവായി എൻ്റെ ഉള്ളത്തിൽ സ്വീകരിച്ചപ്പോൾ കർത്തൃത്വം യേശുവിന് കൊടുത്തു കഴിഞ്ഞിട്ടും എനിക്കത് മനസ്സിലാകാതെ പോയതുകൊണ്ട്, അതുകൊണ്ടാണ് കൊരിന്ത്യ സഭയോട് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ എന്താ ഇങ്ങനെ നടക്കുന്നത്? നിങ്ങൾ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അങ്ങനെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞാൽ ഈ തിരിച്ചറിവ് എത്രത്തോളം വരുന്നോ അത്രത്തോളം ആത്മാവിൻ്റെ ഫലം എന്നിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങളിൽ യേശു ആകുന്ന വിത്തുണ്ട്. നിങ്ങൾ സ്വീകരിച്ച വിത്തിനകത്തുള്ളത് 22-ാമത്തെ വാക്യം വരെ 21, 22, 23, 24 വാക്യങ്ങളിൽ വിശദീകരിക്കുന്നതാണ് എന്ന തിരിച്ചറിവിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങളിലുള്ളത് നിങ്ങൾ പോലും അറിയാതെ വെളിയിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. എന്നിട്ട് നിങ്ങൾ അതിശയിക്കുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനോട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത്, ദീർഘമായിട്ട് ക്ഷമിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. പക്ഷേ ഈ വ്യക്തി വസിക്കാൻ തുടങ്ങിയ പിന്നെ നമ്മളിലൂടെ അത് പുറപ്പെട്ടിട്ട് നമ്മൾ അതിശയിക്കുക, ഞാൻ അത്രയും നാൾ അവനോട് ക്ഷമിച്ചോ? അനുഭവപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ? ബ്രദറെ, എൻ്റെ ജീവിതം തന്നെ അതല്ലേ. എനിക്ക് വൈഫൊക്കെ എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ കലി അങ്ങ് ഇളകുക. യജമാനൻ സാത്താനായിരുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ലല്ലോ, കാലി അങ്ങോട്ട് ഇളകിയിട്ട് അന്ന് നരകവാ, അന്ന് താണ്ഡവാടി ആകെ നാട്ടുകാർക്ക് പോലും സമാധാനമില്ലാത്ത അവസ്ഥയിൽ ഇന്ന് ആളങ്ങോട്ട് മാറി. ഇപ്പം വേണ്ട, ഞാൻ തന്നെ ചിന്തിക്കുക, ഇത് എന്നിൽ നിന്ന് പുറപ്പെടുന്നതാണോ? അപ്പോഴേ ആത്മാവ് പറഞ്ഞു തരുന്നത് ഇത് നിന്നിൽ നിന്നുള്ളതല്ല, ഇത് ഈ വിത്തിൽ നിന്ന് പുറപ്പെടുന്നതാ ഇത്. ഹല്ലേലൂയ. ഈ ജീവിതം എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. ഇതിനകത്ത് നിങ്ങളുടെ പ്രവൃത്തി അല്ല, വിത്തിന്റെ പ്രവൃത്തിയാണ്. എന്നോട് ചേർന്നൊന്ന് പറയാമോ? ഇതിനകത്ത് എൻ്റെ പ്രവൃത്തിയല്ല. ഉറക്കെ ഒന്ന് പറയാമോ? എൻ്റെ പ്രവൃത്തിയല്ല, വിത്തിന്റെ പ്രവൃത്തിയാണ്. ഞാൻ ജസ്റ്റ് എന്നിൽ വീണ വിത്തിനെ വളരാൻ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു മാത്രമേ ഉള്ളൂ ബ്രദറെ. എൻ്റെ ഉള്ളിൽ ഇത് വളരാൻ തുടങ്ങി. ഞാൻ ആളറിയാത്ത 1000 സാക്ഷ്യങ്ങളെ പറയാനായിട്ട് പറ്റും. ഓ ഹല്ലേലൂയ. ഞാനും രേഷ്മയും കൂടെ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു, എങ്ങനെ അവരോട് ക്ഷമിക്കാൻ പറ്റും എന്ന് ചിന്തിച്ചവരെ ചേർത്ത് നിർത്താൻ. ഹല്ലേലൂയ. പറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുക, നമ്മൾ അവരോട് പോയി മിണ്ടിയോ? അവരുടെ വീട്ടിൽ പോയോ? 30, 20, 15 വർഷങ്ങൾ കൊണ്ട് പഴക്കം ചെന്ന പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന എന്നാ പറയുക പിണക്കം പോലും ഉള്ളവരുടെ വീട്ടിലേക്ക് എന്താ പറയണ്ടേ, ഇഷ്ടംപോലെ കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം ഉള്ളപ്പോഴും അവരുടെ വീട്ടിലേക്ക് കാറ് പാർക്ക് ചെയ്യാൻ ഒരു അവസരം ചോദിച്ച് അവിടെ ചെന്ന് അവർ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കാറ് പാർക്ക് ചെയ്യുമോ? വാസ്തവമായി യേശു നിങ്ങളിലുണ്ട് കേട്ടോ. ഇല്ലാതെ ഞങ്ങളോട് പൊറുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം അത്ര വലിയ അപരാധമാണ് നിങ്ങളോട് ഞങ്ങൾ ചെയ്തതെന്ന് പലരും സാക്ഷ്യപ്പെടുത്തുന്ന കേട്ടിട്ടുണ്ട്. മുറിച്ചവൻ്റെ അടുക്കൽ പോകുമ്പോഴും അവനെ സ്നേഹിക്കുമ്പം നമ്മൾ തിരിച്ചു വന്നിട്ട് ചിന്തിക്കുക, എടാ അവൻ എന്നോട് ചെയ്തത് ഓർത്താൽ. ഹല്ലേലൂയ. മരിച്ചാലും ഞാൻ മറക്കത്തില്ല. ഹല്ലേലൂയ. ആൾക്കാർ പറയുന്നത് കേട്ടോ, ഞാനങ്ങനെ ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞ ആള് ഈ കർത്താവിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, ക്ഷമേൻ ചോദിച്ച് ഒന്ന് പറഞ്ഞ 2 വാക്ക്, ക്ഷമേൻ ചോദിച്ച് അവിടെ ചെന്ന് എൻ്റെ ബ്രദറെ എൻ്റെ ജീവനുണ്ട് വീട്ടിൽ കയറത്തില്ലെന്ന് പറഞ്ഞവൻ ഒരു റൂം തരാമെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ താല്പര്യപ്പെടുക എന്ന് പറയത്തക്ക തരത്തിൽ വ്യക്തിത്വ രൂപാന്തരങ്ങൾ വരികയാണ്. ഈ രൂപാന്തരം വരുമ്പോൾ ഓർത്തോണം, ഇത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതല്ല, ഇത് നിങ്ങളുടെ ഹ്യൂമൻ എഫേർട്ട് അല്ല, സ്വയപ്രയത്നങ്ങളല്ല. കരങ്ങളെ അടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. നിങ്ങൾ അനുവദിക്കുന്ന കർത്താവ് ഓരോ ജീവിതങ്ങളുടെ മേലും ആ അനുഭവങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് എന്നെ ടെലിവിഷനിലൂടെ കേൾക്കുന്ന മക്കളെ, നിങ്ങളുടെ വീടുകളിലേക്ക് ഇത് വ്യാപരിക്കാൻ പോവുക. ഭിന്നതയുടെ അവസാനത്തെ ദിവസമായത്, കയ്പിന്റെ അവസാനത്തെ ദിവസമായത്, വിദ്വേഷത്തിന്റെ അവസാന ദിവസമായത്, വിദ്വേഷം കയറി വന്ന ശാപത്തിന്റെ അവസാന നിമിഷമാണിത്. കർത്താവ് നിയന്ത്രിച്ചിട്ട് ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുന്ന തുടങ്ങി ആ ജീവിതം പലരുടെ മേലും തുടങ്ങിക്കഴിഞ്ഞു. യേശുവേ ആരാധന എന്ന് പറഞ്ഞ് തുടങ്ങിക്കോ.
നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഇവിടെ ഒരു ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ കാര്യം ഇതാണ്, ഇത് ജസ്റ്റ് ഒരു റിയലൈസേഷൻ ആണ്. ഇതൊരു ചെറിയ തിരിച്ചറിവാണ്. ഞാൻ സ്വീകരിച്ച വിത്തിനകത്തുള്ളത് അതല്ല. ഞാൻ സ്വീകരിച്ച വിത്തിനകത്തുള്ളത് ഇതാണ്. തെങ്ങിന് മാങ്ങ കായ്ക്കാൻ പറ്റാത്ത പോലെ, മാവിന് തേങ്ങ കായ്ക്കാൻ പറ്റാത്ത പോലെ എനിക്കിതല്ലാതെ പുറത്തു വിടാൻ പറ്റില്ല. ആമേൻ. കാരണം എൻ്റെ ഉള്ളിൽ ഇതാണ് ഉള്ളത് എന്നറിയുമ്പോൾ തന്നെ ഇത് നിങ്ങളിലൂടെ പുറത്തു വരാൻ തുടങ്ങുകയാണ്. ഇത് നിങ്ങളിലൂടെ പുറത്തു വരാൻ തുടങ്ങുക. അതിനെന്നാ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങളിലുള്ളത് എന്നതാന്ന് നിങ്ങൾ കേൾക്കണം. നിങ്ങളിലുള്ളത് എന്നതാന്ന് മാത്രമേ കേൾക്കാവുള്ളൂ. നിങ്ങളിലുള്ളത് എന്നാന്നറിയോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. ഓ, കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കാൻ തുടങ്ങിക്കോ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. തുടങ്ങി. ഹല്ലേലൂയ. ആരൊക്കെ വചനത്തെ സ്വീകരിക്കുന്നു? ആരൊക്കെ വചനത്തെ സ്വീകരിക്കുന്നു? മേളിൽ പറയുന്ന 19-ാം വാക്യം മുതൽ പറയുന്ന സകല പിശാചിന്റെ പ്രവർത്തികളും അഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ഒന്ന് പറഞ്ഞേ, ഈ ജഡത്തിന്റെ പ്രവർത്തികൾ അഴിഞ്ഞ് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ജഡപ്രവർത്തികള് ധൃതി പിടിച്ച് പുറത്തു പോവുകയും കർത്താവിന്റെ സ്വഭാവം തള്ളിക്കയറുകയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ പോലും അതിശയിക്കും. അതാണ് ഇന്ന് എനിക്ക് പറയാൻ കർത്താവ് നിയോഗിച്ചു തന്ന വാക്ക്. എടാ, ഇത് ഞാൻ തന്നെയാണോ? കർത്താവ് ചുംബനം കൊണ്ട് ഈ കള്ളൻ അങ്ങേ ഒറ്റ കൊടുക്കാൻ പോവാന്ന് അറിഞ്ഞിട്ട് ഇവനെ എങ്ങനെ ചുംബിക്കാൻ പറ്റുന്നു? മോനെ, ഇത് ആത്മാവിന്റെ ഫലമാണ്. എന്റെ ശ്രമമാണെങ്കിൽ ആ യൂദയ്ക്ക് ഉമ്മ കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല. ജഡത്തിലെ എൻ്റെ ശ്രമമാണ് യൂദയ്ക്ക് ഉമ്മ കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ആണി അടിക്കുമ്പോൾ ആ ആണി അടിക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. വിലാപ്പുറം കുത്തി തുളയ്ക്കുമ്പം ഇവർ ചെയ്യുന്ന എന്തെന്നറിയായികയാൽ, അല്ലെങ്കിൽ താടിരോമം പിഴുത് പറിക്കുമ്പോൾ മുഖത്ത് കാർക്കിച്ച് തുപ്പുമ്പം നിങ്ങളുടെ ശ്രമമാണ് വരത്തില്ല. എന്നാൽ ഫലമാണെങ്കിൽ എപ്പോഴെല്ലാം വിത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു അപ്പോഴെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കും. പ്രതീക്ഷിതവും അപ്രതീക്ഷിതവുമായ സമയത്ത്, ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത്, ഓ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ, അത്തരത്തിലുള്ള ചലനങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവർ കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുത്താട്ടെ. ആരാധന യേശുവേ. തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി ബ്രദറെ. ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നു. ഞാൻ എന്തോ പറയല്ല, ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിഞ്ഞു. ഏത് പ്രവർത്തനങ്ങളാണെന്നറിയോ? നിങ്ങളെ വലിച്ചുകൊണ്ട് പോകുന്ന, നിങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന, നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്ന, തള്ളിക്കൊണ്ടുപോകുന്ന പരിശുദ്ധാത്മാവേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. യേശുവിൽ അത് ഫലമായി വെളിപ്പെട്ടെങ്കിൽ നിങ്ങളിലും അത് ഫലമാണ്. ശ്രമം എപ്പോഴും നടക്കുകയല്ല. ശ്രമം നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കുമ്പോഴേ നടക്കുള്ളൂ. നിങ്ങൾ ഡീആക്ടിവേറ്റ് ആകുമ്പം ശ്രമം നടക്കുകയല്ല. പക്ഷെ നിങ്ങൾ ശ്രമിക്കാത്തപ്പോഴും നിങ്ങൾ ഇരിക്കുന്ന യേശു ശ്രമിക്കും. ശ്രമമാണെങ്കിൽ സ്തേഫാനോസിനെ കല്ലെറിയുമ്പം ആദ്യത്തെ കല്ലും മറ്റും കൊള്ളുമ്പോൾ ചിലപ്പോൾ സ്തോത്രമൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ചാകാൻ തുടങ്ങുമെങ്കിലും ഒന്ന് പ്രതികരിക്കും. അല്ലേ? ആദ്യത്തെ കല്ലും മറ്റും ദേഹത്ത് കൊള്ളുമ്പോൾ ശ്രമമാണെങ്കിൽ ചില പറഞ്ഞ ഗ്ലോറി, ഹല്ലേലൂയ. പക്ഷെ ഫലത്തിൽ മാത്രമേ ആ സമയത്ത് സൂര്യന്റെ തേജസ് പോലെ മുഖം മിന്നോളൂ. അല്ലേ? ദൈവദൂതനെ പോലെ മുഖമാകാൻ ശ്രമത്തിൽ പറ്റുകയല്ല ആ സമയത്ത്. കാരണം ഒന്നാമത്തെ ഏറ് കൊള്ളുമ്പോഴത്തേന് ശ്രമമൊക്കെ തീരും. അല്ലേ? എവിടേക്കിട്ടൊക്കെയാ കല്ല് കൊള്ളുന്നത്? ഉച്ച മുതൽ പാദം വരെ എറിഞ്ഞ് തകർക്കുക. ആദ്യത്തെ ഏറ് കൊള്ളുമ്പോഴത്തേക്കും ശ്രമമൊക്കെ തീരും. പിന്നെ പറയും, പ്രൈസ് ദ ലോർഡ്, സ്തോത്രം. സ്തോത്രം തന്നെ ആയിരിക്കും പറയുന്നത്. രണ്ടാമതും പ്രൈസ് ദ ലോർഡ്,
ഹല്ലേലൂയ. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് ഫ്രൂട്ട്, ഫലമാണെങ്കിൽ പ്രാർത്ഥന ഉയരും. സ്വർഗം ഞാൻ കാണുന്നു. ശ്രമത്തിൽ ഒരു സ്വർഗം കാണാൻ കഴിയില്ല, പക്ഷെ ഫലത്തിൽ ആദ്യമേ കാണുന്നു. സ്വർഗം കാണുന്നു. ദൈവദൂതന്മാർ ഉല്ലസിക്കുന്നു. പിതാവിന്റെ മടിയിലിരിക്കുന്ന പുത്രൻ തമ്പുരാൻ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ കാത്തിരിക്കുന്നത്. എറിഞ്ഞു പോടാ പൊന്നുമോനെ, ഇത് വേറെ റേഞ്ചാ. അനുഭവിക്കുന്നവർക്കായി ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഈ ജീവിതത്തിലേക്ക് നിങ്ങളെ പലരെയും കർത്താവ് കൊണ്ടുവരികയാണ്. ഇത് പറയുമ്പോൾ തന്നെ എനിക്കറിയാൻ കഴിയുന്നു. ഇന്നിവിടെ ആ ജഡത്തിന്റെ പ്രവർത്തികൾ ഇറങ്ങുന്നു, വിശ്വാസത്തിന്റെ ഫലം പുറത്തു വരുന്നു. വിശ്വസിക്കുക, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന വിത്തിനകത്തുള്ളതെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് പുറത്തു വരാൻ പോകുകയാണ്. എഴുന്നേൽക്കാമോ എൻ്റെ കൂടെ? ടെലിവിഷനിലൂടെ ഇന്ന് ലോക രാജ്യങ്ങൾ ഈ സമയത്ത് ഈ ശുശ്രൂഷ വീക്ഷിക്കുന്നവരെ, ഗ്രേസ് കമ്മ്യൂണിറ്റി TV എന്ന വെബ്സൈറ്റിലൂടെ ഈ ശുശ്രൂഷകൾ വീക്ഷിക്കുന്നവരെ, ഐ റിക്വസ്റ്റ് യു ടു സ്റ്റാൻഡ്. ഞാൻ ആവശ്യപ്പെടുന്ന എഴുന്നേറ്റ് നിൽക്കുക. എൻ്റെ കൂടെ എഴുന്നേറ്റ് നിൽക്കുക. നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ പ്രവൃത്തി മാറിയിട്ട് ഫലം അങ്ങോട്ട് വ്യാപരിക്കുന്ന ആ റിയൽ ക്രിസ്ത്യൻ ലൈഫിലേക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ കടത്തുകയാണ്. യാതൊരു സംശയവും വേണ്ട. നിങ്ങളുടെ മുറികളിലേക്ക് ദൈവം മഹത്വം ഇറങ്ങുകയാണ്. ഇന്നലെ നിങ്ങളെ അടിമപ്പെടുത്തിയ സാത്താനോട് തൻ്റെ ഇടത്തോടെ പറ, ഇനി 1 മിനിറ്റ് കൂടെ എന്നെ അടിമപ്പെടുത്താൻ നിനക്ക് കഴിയുകയില്ല. നിന്നെ അടിമപ്പെടുത്തുന്ന അഭിഷേകമാണ് ഇന്ന് എൻ്റെ മേൽ വ്യാപരിക്കുന്നത്. എന്നെല്ലാം ഞാൻ എൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിച്ചു, അന്നെല്ലാം ഞാൻ തോറ്റു. എന്നെല്ലാം ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ ആശ്രയിച്ചു, അന്നെല്ലാം കർത്താവിൻ്റെ പ്രവൃത്തി എന്നിൽ ആരംഭിച്ചു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. പല പ്രാവശ്യം തീരുമാനങ്ങൾ എടുത്തിട്ടും ഹല്ലേലൂയ ജയജീവിതം നയിക്കാൻ കഴിയാതായിട്ട് ഇങ്ങനെ ഒരു ജയജീവിതം ഇല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് എങ്കിൽ, വാസ്തവ ജയജീവിതം എന്നിലുള്ള ജയാളിയെ അനുവദിക്കുമ്പം ആ ജയാളിയിലൂടെ ഞാൻ ജീവിക്കുന്നതാണ് എന്ന തിരിച്ചറിവിനാൽ നിന്റെ മക്കളെ ഈ സമയത്ത് തന്നെ നിറച്ചാട്ടെ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, പരാജയങ്ങൾ മാറിപ്പോകട്ടെ. പരാജയങ്ങൾ മാറിപ്പോകട്ടെ. തോൽവികൾ അവസാനിക്കട്ടെ. പരിശുദ്ധ ആത്മാവേ, തോൽവികൾ അവസാനിക്കട്ടെ. പരാജയങ്ങൾ അവസാനിക്കട്ടെ. ജയത്തിന്റെ പേര് മുഴങ്ങട്ടെ. ജയത്തിന്റെ പേര് മുഴങ്ങട്ടെ. ഈ മിനിറ്റിൽ തന്നെ എൻ്റെ ബ്രദറെ, ഇത്രയും നാളും ഞാൻ എന്നെ ശ്രമിച്ചു, ഇപ്പം ഞാൻ അനുവദിച്ചു, യേശു എന്നിൽ ശ്രമിക്കുന്നു. ഇപ്പൊ എന്തെന്നില്ലാത്ത ഒരു ജയജീവിതം ഞാൻ അനുഭവിക്കുന്നു എന്ന് അനേകരുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഇടവരുന്നതിന് നന്ദി യേശുവേ. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് നന്ദി പറഞ്ഞു. രോഗസൗഖ്യങ്ങൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. നിത്യജീവൻ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. സമാധാനം കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ദിവ്യരക്ഷ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. അതിനായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന.